ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. ന്യൂ ജെൻ ക്രൈസ്റ്റ് ടോക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ നോമ്പ് കാലമൊക്കെ ആയിട്ട് ഈ യുവജനങ്ങളെ കൊണ്ട് മുഴുവൻ ലൂസിഫർ എന്ന് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുന്നത് തീരെ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ടാകാം. ഇന്നത്തെ പോസ്റ്റ് കാണുമ്പോൾ ഇതിനൊരു കാരണമുണ്ട് ചങ്ങാതി. ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട യുവജന സുഹൃത്തുക്കളൊക്കെ ഈ പടത്തിന് വല്ലാണ്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അവരുടെ പക്ഷത്തൊന്നും ചിന്തിച്ചാൽ ശരിയുമാണ്. മലയാളത്തിലൊരു യുവജന നായക നടൻ സംവിധായകനാകുന്ന കന്നി ചിത്രം, അതുപോലെ തന്നെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ചിത്രം, വൻ പ്രതീക്ഷയാണ് ചിത്രത്തെ പറ്റി. എന്നാൽ സ്ഥിരം വാണിജ്യ ചേരുവകളോട് ഇത് കോംപ്രമൈസ് ചെയ്താൽ മറ്റൊരു വാണിജ്യ സിനിമ പിറക്കും. അത് മാത്രമേ ഇവിടെ സംഭവിക്കൂ. ചില വ്യത്യസ്തമായ ഇടപെടലുകൾ കൊണ്ട് ഈ സംവിധായകൻ ഈ അടുത്ത കാലത്ത് ചില ചലനങ്ങൾ സൃഷ്ടിച്ച ആളാണെന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്നത്. എന്നിരുന്നാലും വ്യത്യസ്തമായ വഴികൾ വെട്ടിത്തെളിക്കുന്നവർക്കും കോംപ്രമൈസുകൾക്ക് വിധേയരാകാത്തവർക്കും മാത്രമേ ഈ ഭൂമിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങളെ ഞാനൊരു കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 7 വേഴ്സസ് 1 to 13. കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ കർത്താവിന്റെ കൂടെ നടക്കുന്നവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ സംഭവം പ്രവാചകനും ടീമൊക്കെ ആണല്ലോ, നിനക്കൊന്ന് സ്വയം വെളിപ്പെടുത്തിക്കൂടെ? അതുവഴി നിനക്ക് ട്രഡീഷണൽ രക്ഷകൻ എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്ഥാനമാനങ്ങളും സ്വീകാര്യതയും ഒക്കെ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്കും സ്വീകാര്യത കിട്ടും എന്നൊരു ധ്വനി കൂടി അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ജീവിതത്തിലുടനീളം ക്രിസ്തു നേരിട്ട ഒരു പ്രലോഭനമായിരുന്നു ഇത്. സ്വയം വെളിപ്പെടുത്തി ട്രഡീഷണൽ സങ്കല്പത്തിനോട് ചേർന്ന് നിന്നുകൂടെ എന്നുള്ളൊരു പ്രലോഭനം. പക്ഷെ തന്ത്രപരമായി ക്രിസ്തു ഇതിനെ നേരിടുന്നുണ്ട്. എന്റെ സമയം ഇനിയുമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ക്രിസ്തു ഈ കോംപ്രമൈസുകളെയൊക്കെ അതിജീവിക്കുന്നുണ്ട്. ചങ്ങാതി, ആധുനിക കാലത്ത് നാം ഒത്തിരി കോംപ്രമൈസുകൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെടാറുണ്ട്. ഈ അടുത്ത കാലത്ത് കുമ്പളങ്ങിയിലെ DJ നൈറ്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരുന്ന ഒരു ഓഡിയോ ശകലത്തിന് വല്ലാത്ത റെസ്പോൺസ് കിട്ടിയിരുന്നു. ഒത്തിരി പേര് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും രസകരമായ റെസ്പോൺസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. ഒരു ചങ്ങാതി എനിക്ക് മെസ്സേജ് അയച്ചത് ഇങ്ങനെയാണ്: എന്റെ പൊന്നച്ചോ, അച്ഛൻ ഇതൊക്കെ പറയാം, പക്ഷെ വെള്ളം അടിക്കാതിരുന്ന പല മീറ്റ് പാർട്ടികൾക്കും നമ്മളെ വിളിക്കാറില്ല. സിഗരറ്റ് വലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു യാത്രയ്ക്കും കൂടെ കൂട്ടാറില്ല. പിന്നെ അമ്മച്ചി ഓർത്തിട്ട് ഇതൊക്കെ അങ്ങ് സഹിക്കുകയാണ്. പച്ചക്കിരുന്നിട്ട് ഡ്രൈവറായിട്ട് പോകേണ്ടി വന്ന പല യാത്രകളും ഉണ്ടച്ചോ എന്നുകൂടി അദ്ദേഹം വിലപിക്കുകയുണ്ടായി. ചങ്ങാതി, ചില കോംപ്രമൈസുകൾക്ക് വിധേയരാകാതിരുന്നാലേ നിന്റെ ജീവിതത്തിനൊരു വിലയുള്ളൂ. നീ നടത്തുന്ന നഷ്ടപ്പെടുത്തലുകളൊക്കെയാണ് ക്രിസ്തുവിന് വേണ്ടി നീ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടം. രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ടും അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ടും പണിതുയർത്തപ്പെട്ടതാണ് ചങ്ങാതി നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു ന്യൂ ജെൻ മാർട്ടയറാകാനുള്ള വിളിയാണ് നീ ഏറ്റെടുക്കുന്നത്. നിന്റെ ഈ നഷ്ടപ്പെടുത്തലുകളാണ് നിന്നെ ഒരു പുതിയ തലമുറയിലെ രക്തസാക്ഷിയാക്കി മാറ്റുന്നത്. ഇത് ആധുനികതയുടെ രക്തസാക്ഷിത്വമാണ് ചങ്ങാതി. അതിനെ ചങ്കുറപ്പോടെ ഏറ്റെടുക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പദത്തിന് ശരിക്കും വെളിച്ചം എന്നൊക്കെയാണ് ഈ മൂലപദത്തിലുള്ള ഒരു അർത്ഥം. ബൈബിൾ മിത്തോളജിയിൽ വെളിച്ചത്തിന്റെ രാജ്യത്ത് നിബന്ധിച്ചിരുന്ന മാലാഖ കോംപ്രമൈസുകൾക്കൊക്കെ വിധേയരായിട്ട് തെറ്റ് ചെയ്തിട്ട് അന്ധകാരത്തിന്റെ ലോകത്തേക്ക് നിബന്ധിക്കുന്നതും പിന്നീട് അന്ധകാരത്തിന്റെ അധിപതിയായി മാറുന്നതുമൊക്കെയാണ് ഈ കഥയുടെ ഒരു സാരാംശം. നിനക്കും എനിക്കും ഒരു വിളിയുണ്ട്, വെളിച്ചത്തിന്റെ ലോകത്ത് വിഹരിക്കാനുള്ള വിളി. അന്ധകാരത്തിന്റെ ലോകത്തേക്ക് കോംപ്രമൈസുകൾക്ക് വിധേയനായി നിബന്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. നെവർ ബി എ ലൂസിഫർ എന്ന് ഞാനിപ്പോൾ ഉപദേശിച്ചാൽ ഞാനും ട്രഡീഷണൽ ആയിട്ടുള്ള ഉപദേശകരും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ടൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ബി എ ലൂസിഫർ, ബട്ട് ബി എ റിയൽ ലൂസിഫർ. വെളിച്ചത്തിന്റെ വാഹകനായി മാറുക, കോംപ്രമൈസുകൾക്ക് വിധേയനാകാതെ. ദിസ് ഈസ് ആർ ദി ഫാദർ സൈനിങ് ഓഫ്.